പെരുമ്പാവൂർ റയോൺസ് വളപ്പിൽ വീടുകൾക്കും വൈദ്യുതി ലൈനുകൾക്കും മുകളിലേക്ക് അപകടകരമായി നിൽക്കുന്ന പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ കടുത്തതോടെ മരങ്ങൾ ഉണങ്ങി വീണ് അപകടങ്ങൾ പതിവായതോടെ ഭയപ്പാടിലാണ് സൗത്ത് വല്ലം മുസ്ലിം പള്ളി റോഡ്, റയോൺപുരം എന്നിവിടങ്ങളിലെ പ്രദേശവാസികൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. എത്രയും വേഗം ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ് വളപ്പിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന പാഴ്മരങ്ങൾ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു. വേനൽ കടുത്തതോടെ മരങ്ങൾ ഉണങ്ങിയും വാടിയും ഒടിഞ്ഞ് സമീപത്തെ വീടുകളിലേക്കും വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കും വീഴുന്നത് പതിവായിരിക്കുകയാണ്. ഇതിനാൽ ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സർക്കാർ കിൻഫ്രക്ക് വിട്ടു നൽകി കെയ്ൻസ് എന്ന സ്ഥാപനത്തിന് വിട്ടു നൽകുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഏതാണ്ട് 16ഓളം വീടുകളും അനുബന്ധ സ്ഥാപനങ്ങളും പള്ളി ഉൾപ്പെടെ ജാറ ഉൾപ്പെടെ പല കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളിലേക്കാണ് ഈ കാണുന്ന മരങ്ങളെല്ലാം ചാഞ്ഞു നിൽക്കുന്നത്. ഈ കടുത്ത വേനൽ വന്നതുകൂടി ഇവിടുത്തെ വർക്കിന്റെ ഭാഗമായിട്ടുള്ള പണികൾ നടക്കുന്നതുകൊണ്ട് ഈ എന്തുകൊണ്ടോ ഈ മരങ്ങളൊക്കെ ഉണങ്ങി ഒരു കാറ്റ് വീശുമ്പോൾ നമ്മുടെ ഈ കെട്ടിടങ്ങളിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്ത് താമസിക്കുന്നവരെല്ലാവരും വളരെ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടറി നേരിൽ കണ്ട് എൻ്റെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം നമ്മുടെ വല്ലത്തെ പൊതുപ്രവർത്തകർ MP ഹംസക്ക, കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നിരവധി പരാതികൾ അയച്ചിട്ടൊന്നും ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കടുത്ത ഭീതിയിലാണ് ഈ ഭാഗത്തെ ജനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അതിന് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഉന്നത അധികാരികളുടെ സ്ഥാപനങ്ങളിലേക്ക് നടത്തും. പെരുമ്പാവൂർ നഗരസഭ 29-ാം വാർഡിൽ ഉൾപ്പെടുന്ന സൗത്ത് വല്ലം മുസ്ലിം പള്ളി റോഡിലും റയോൺപുരം റോഡിലേക്കുമാണ് പനകൾ, തേക്കുകൾ ഉൾപ്പെടുന്നവ ഉണങ്ങി വീഴാറായി നിൽക്കുന്നത്. കാറ്റ് വീശുമ്പോൾ പനകളുടെ തലഭാഗം ഒടിഞ്ഞു നിലം പതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമീപത്തെ വീടിന് മുകളിലേക്ക് പന ഒടിഞ്ഞു വീണിരുന്നു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം വൃക്ഷങ്ങളും വീടുകൾക്കും വൈദ്യുതി ലൈനുകൾക്കും മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. എത്രയും വേഗം ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഗംഭീര ഓഫറാണ് സോൾട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ദ സോൾട്ട് ഫാഷന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.